നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്തേ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഏകാദശം 5-ാം അധ്യായം ഇനി 12 അല്ലേ? ഇനി 13 സാർ. ഇനി 12 കഴിഞ്ഞു. 12 ഇനി 13. ശരി. ഘ്രാണഭക്ഷോ വിഹിതപുരായ തഥാ പശോരാലഭനം ന ഹിംസാം ഏവം വ്യവായ പ്രജയാ നരത്യാം ഇമം വിശുദ്ധം ന വിദുസ്വധർമ്മം. ധർമ്മത്തിന് വേണ്ടി ധനം വിനിയോഗിക്കണം എന്നാണ് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അതായത് സ്ത്രീ സുഖത്തിനു വേണ്ടിയോ മദ്യപാനത്തിനു വേണ്ടിയോ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയോ മാത്രം ധനം വിനിയോഗിക്കരുത്. അത് ധാർമ്മികമല്ല. കുടുംബത്തെ പരിപോഷിപ്പിക്കാനോ കുടുംബത്തെ രക്ഷിക്കാനോ വേണ്ടി സമ്പത്ത് ഉണ്ടാക്കി ചിലവഴിക്കുന്നതിനെ ഒന്നും ധാർമ്മികമായ വിധി എന്ന് പറയാൻ പറ്റില്ല. ഭഗവത് സേവ ചെയ്യാത്തവരുടെ ദുരന്തത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയാണ്, വേണ്ട വിധത്തിൽ ധനം വിനിയോഗിക്കുന്നില്ലെങ്കിൽ അത് പാപത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, ദുരിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കുകയുള്ളൂ എന്നാണ് 12-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു വെച്ചത്. ധനം ധർമ്മൈക ഫലം. ധനവിനിയോഗത്തിന് ഫലം ധർമ്മം മാത്രമാണ്. ശരീരം എത്രയൊക്കെ രക്ഷിച്ചാലും അത് നശിക്കാതിരിക്കില്ല. അതുകൊണ്ട് ശരീരത്തെ ലാളിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിനു വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക, ഇതല്ല ധനത്തിന്റെ ലക്ഷ്യം. അത് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാനായിട്ട് ചെലവ് ചെയ്യണം. എന്നാലേ ഈശ്വരഭക്തിയും ജ്ഞാനവും ബലിഷ്ഠമാവുകയുള്ളൂ. ഉണ്ടാവാം, ബലപ്പെടില്ല. ഇപ്പൊ നമുക്കുള്ള ദോഷം അതാണ്. ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വലിയ ബലം അതിനില്ല. ബലം മറ്റുള്ളതിനാണ്. അതുകൊണ്ട് ധനം അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഘ്രാണഭക്ഷോ വിഹിത ഫുരായാഹ. ഫുരായാഹ, ഫുര എന്ന് വെച്ചാൽ മദ്യം തന്നെയാണ്. മദ്യത്തിന്റെ ഘ്രാണഭക്ഷ, മണം കൊണ്ടുള്ള ഭക്ഷണം, അതിന്റെ പേരാണ് ഘ്രാണഭക്ഷണം എന്ന് പറയും. നമുക്കിന്ന് പരിചിതമാണ്. പല വിഭവങ്ങളും പല കറികളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണം അനുഭവിച്ചാൽ അത് കഴിച്ച ഒരു അനുഭൂതി ഉണ്ടാകും. പിന്നെ വയറ് നിറയാൻ വേണ്ടി വീണ്ടും കഴിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ സ്വാദ് മുഴുവൻ ഒരു മണം കൊണ്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പേര് ഘ്രാണഭക്ഷണം എന്നാണ്. മദ്യത്തിന് ഘ്രാണഭക്ഷണം വിഹിതമാണ്, സ്വീകാര്യമാണ്, വിധിക്കപ്പെട്ടതാണ്. മദ്യം സേവിക്കണം തോന്നുമ്പോൾ അത് മണത്താൽ മാത്രം മതി. അതിൻ്റെ മണം കൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ആസ്വാദന സുഖം ലഭിക്കും എന്നിരിക്കെ അത് സേവിക്കണം എന്നില്ല. ഘ്രാണഭക്ഷോ വിഹിത പുരായ തഥാ പശോഹു ആലംബനം അഹിംസ.
പശുവിനെ വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടി, യജ്ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഹിംസയല്ല. അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ ഹിംസയായി പരിണമിച്ചു. അങ്ങനെ ആണെങ്കിലും യജ്ഞത്തിൽ വെച്ചുള്ളതിനെ ഹിംസ എന്ന് വിളിക്കാൻ പറ്റില്ല. തഥാ പശോഹോ ആലംബനം നഹിംസ ഏവം വ്യവായ പ്രജയാനരത്യ. വ്യവായ എന്ന് വെച്ചാൽ സ്ത്രീസുഖം, അത് രതിസുഖം, അത് പ്രജയാ, അത് പ്രജയ്ക്ക് വേണ്ടിയിട്ടാണ് നരത്യ. രതിലീല കൊണ്ടുള്ള ആസ്വാദനത്തിന് വേണ്ടിയല്ല. വിവാഹം കഴിക്കുന്നത് കാമകേളികൾ നിർവഹിക്കാനല്ല, സന്താന ഉത്പാദനത്തിന് വേണ്ടിയാണ്. ഈ 3 വിഷയങ്ങൾ, പുര, ഹിംസ, അതേപോലെ വ്യവായം. ഏവം വ്യവായ പ്രജയ ന രത്യ ഇമം വിശുദ്ധം ന വിദു സ്വധർമ്മം. ഇങ്ങനെ വിശുദ്ധമായ സ്വധർമ്മത്തെ ആരും അറിയുന്നില്ല. ഇമം വിശുദ്ധം സ്വധർമ്മം ന വിദു. ഈ വിശുദ്ധമായ സ്വധർമ്മത്തെ ആരും അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട്, വേദവിധികൾ അറിയാത്തത് കൊണ്ട്, വേണ്ടതറിയാത്തത് കൊണ്ട് ധാർമ്മികമായി ഇതിനെ ഒന്നിനും വിനിയോഗിക്കാൻ പറ്റത്തില്ല. പുരയോ ഹംസത്തെയോ വിവാഹത്തെയോ ധാർമ്മികമായ ഒരു ലക്ഷണമാക്കി, വിധിയാക്കി ആർക്കും ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറ്റാത്തത് കൊണ്ട് അവരുടെ ഈദൃശ കർമ്മങ്ങൾ ഈശ്വരാനുഭവത്തിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല. ഇതാണ് ഈശ്വര ആരാധന ചെയ്യാത്തവരുടെ ദുരന്തം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് യാഗത്തിൽ ഭക്ഷണം എന്ന ഉദ്ദേശ്യത്തോട് ഹിംസിക്കുന്നതായാൽ അത് സാധാരണ ലൗകിക ഹിംസ തന്നെയാണ്. അതുകൊണ്ട് മാംസഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ ദൈവത്തിനെന്ന് പേര് പറഞ്ഞുകൊണ്ട് പശുവിനെ ഹിംസിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ന് ഒത്തിരി ഹിംസ നടക്കുന്നത്. കോഴിയെയും പശുവിനെയും ആടിനെയും ഒക്കെ ക്ഷേത്രങ്ങളിൽ ദേവത ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം, യജ്ഞത്തിന് വേണ്ടി വിനിയോഗിക്കാം. അവിടെ അവരെ നിഗ്രഹിക്കുന്നത്, കൊല്ലുന്നത് ഒരു കൊലയല്ല, ഹിംസയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാളം ഹിംസകൾ ഇന്ന് ആത്മീയ വിഷയത്തിൽ നടക്കുന്നത്. അത് പാടില്ല എന്ന് ഭാഗവതം നിഷ്കർഷിക്കുകയാണ്. അതേപോലെയാണ് സ്ത്രീ സേവയും. ഇന്ന് വിവാഹം കഴിക്കുന്ന പുത്രനുണ്ടാവാൻ വേണ്ടിയല്ല. ആധുനിക ചെറുപ്പക്കാരൊക്കെ അങ്ങനെ. വിവാഹം വേണമെന്നില്ല, അഥവാ വേണമെങ്കിൽ ആ കാമകേളിയുടെ രതിസുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രം. സന്താനം അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് സന്തതികൾ ക്ഷയിച്ച് തീരെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ സ്വീകരിച്ചു കൂടാ വിവാഹം എന്നുള്ളത് കൊണ്ട് പുത്രോത്പാദനത്തിന് വേണ്ടിയാണ് വിവാഹം എന്ന് വൈദിക ധർമ്മങ്ങൾ ലക്ഷ്യത്തിലേക്ക് വെച്ചു. അതേപോലെയാണ് ആ വിഷയസുഖത്തില് ആസക്തി ഉള്ളവർക്കാണ് ഈ വിധി, അല്ലാത്തവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവർക്ക് മദ്യമോ അല്ലെങ്കിൽ ഹിംസയോ രതിയോ ഒന്നും ഈ സാധാരണ കവിഞ്ഞുള്ള പരമഹംസന്മാരായ യോഗിമാർക്ക് ഇതിന്റെ ആവശ്യമില്ല. സാധാരണ ലൗകികന്മാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അന്ധക്കരണം പരിശുദ്ധമായ അവർക്കിത് ബാധകവുമല്ല. അവർക്ക് സ്ത്രീ സേവയോ മദ്യപാനമോ മാംസഭക്ഷണമോ ലേശം പോലും അവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കൽ ആവശ്യമില്ല. അപ്പൊ ഇപ്പോഴീ വ്യവസ്ഥ ഉണ്ടാക്കിയത് ആരെക്കുറിച്ചാണ്? ലൗകികന്മാരെ കുറിച്ച്, ആസക്തന്മാരെ കുറിച്ച്, കർമാസക്തന്മാരെ കുറിച്ചാണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആസക്തി ഉള്ളവരെ യഥേഷ്ടം പ്രവർത്തിക്കാതെ ആ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കാൻ തക്ക ഒരു വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് വേണം ഇതൊക്കെ പ്രവർത്തിക്കാൻ. മദ്യപാനത്തിനും ഹിംസയ്ക്കും രതിക്കും ഒക്കെ വിധി വെച്ചിട്ടുണ്ട്. ആ വിധി അനുസരിച്ച് വേണം ചെയ്യാൻ. അത് ധർമ്മമാകയാൽ ധർമ്മത്തെ മേൽപ്പറഞ്ഞ വിധം വേദം അവരോട് ഉപദേശിച്ചു കൊടുക്കുക.
അല്ലെങ്കിൽ ഇന്ന് ഈ വൈദിക കാലത്ത് നിലനിന്നിരുന്ന പ്രാണിഹിംസയെ അതെ അതിന് തികച്ചും നിരാകരിച്ചുകൊണ്ട് അത് പാടില്ല, അതിനെ അതായത് അത് പവിത്രമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് ആ. തുടരാൻ പാടില്ല എന്ന് ഭാഗവതം നിഷ്കർഷിക്കുകയല്ലേ ശരിക്കും അതെ വ്യാസൻ. അതെ അതായത് അതെ വേദത്തിന്റെ അർത്ഥത്തെ ഇടക്കാലത്ത് വ്യാഖ്യാനിച്ച് കൊല്ലണമെന്നാണെങ്കിൽ യജ്ഞത്തിൽ വെച്ച് കൊന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ചുരുക്കിലേക്ക് കൊണ്ടുവന്നു. ബാക്കി ഒന്നിനും പറ്റാതെ യജ്ഞം ചെയ്യുന്നെങ്കിൽ മാത്രം എന്ന് പിൽക്കാലത്ത് വേദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു. അതും ഭാഗവതം നിഷേധിക്കാം. അതായത് അന്നുണ്ടായ അപജയത്തെ പരിപൂർണമായിട്ട് നിരാകരിച്ചിട്ട് ശരിക്കും എന്താ പറയുക യാഗങ്ങളെ പൗത്രീകരിക്കുന്ന ഒരു അതുകൊണ്ടാണ് പശു ആലംബനം എന്ന വാക്കിന് ഉപയോഗിച്ചതാ. ആലംബനത്തിന് ഹിംസയെന്ന അർത്ഥം ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ആലംബനത്തിന് കൊണ്ടുവരൽ പൂജിക്കൽ എന്നൊരു അർത്ഥമുണ്ട്. അത് ഭാഗവതം ആ അർത്ഥത്തെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ദുർവ്യാഖ്യാനം ചെയ്താണ്. തീർച്ചയായിട്ടും അതെ. അതായത് ലൗകിക കാര്യങ്ങളിൽ പ്രാണിഹിംസ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം കാര്യം നടക്കാൻ വേണ്ടി ഈ സന്ദർഭങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാം. ശരി 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 നല്ല വ്യക്തമായ മറുപടിയാ കൊടുക്കാതെ. നമുക്ക് എവിടെയും ഇത് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പാകത്തിന് പ്രമാണത്തോടുകൂടിയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് പ്രമാണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയും ഇതേമാതിരിയുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല. അതെ അതെ അതെ. കാരണം നിവൃത്തി പ്രധാനമായി പറയുന്ന വേദം പ്രവൃത്തിയെ കുറിച്ച് പറയില്ലെന്ന് ഉറപ്പല്ലേ? അതെ അതെ അതെ. അത് കാണാതല്ലേ ഇടയ്ക്ക് ഇത് തെളിയിക്കേണ്ടത്. നിവൃത്തിയാണ് വേദത്തിന്റെ ലക്ഷ്യം. അപ്പൊ പിന്നെ വീണ്ടും ഈ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുമോ? ഇത് എങ്ങനെ വന്നുകൂടിയെന്നുള്ളതാണ്. ഇടക്കാലത്ത് ഇത് വ്യാപകമായി വലിയ പ്രശ്നമായി തീർന്നപ്പോൾ നിർബന്ധമാണെങ്കിൽ യജ്ഞത്തിൽ വെച്ചെങ്കിലും ആയിക്കോളൂ എന്നൊരു ചെറിയ ഈ ചുരുക്ക് കൊണ്ടത് ആയിരിക്കാം. സ്ഥാപിത താല്പര്യം. പക്ഷേ ആ ചുരുക്കിനെ വ്യാപകമായി നിയമമാക്കി വ്യാഖ്യാനിച്ചു പിൽക്കാലം. അതിപ്പോ ഈ ആലംബനം എന്നുള്ള ആ പദത്തെയാണ് അവിടെ അതെ അതെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തത്. അതെ അതെ അതെ. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഏത് സ്ത്രീകളെയും എഴുതിച്ചും പ്രാപിക്കാൻ വ്യവസ്ഥയൊന്നുമില്ല, വിവാഹമേ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ വിവാഹത്തിൽ കൂടി മാത്രമേ സ്ത്രീകളെ പ്രാപിക്കാവൂ എന്ന് വ്യവസ്ഥ വെച്ചു. അപ്പം വിവാഹത്തിൽ കൂടി മാത്രം അത് ഒതുങ്ങി വരുമല്ലോ കുറച്ചുകൂടി. പക്ഷെ ഇപ്പം വിവാഹം എന്ന പേരില് ധാരാളം തട്ടിപ്പുകളായി. രതിലീലകൾക്ക് മാത്രമാണ് വിവാഹം എന്ന് പിൽക്കാലത്ത് വ്യാഖ്യാനം. അതായത് ഇന്നത്തെ മാതിരിയുള്ള ഒരു അപജയം ആ ഇടക്കാലത്ത് ഒന്നും ഉണ്ടായിരുന്നു എന്ന് വ്യാസന് കുറച്ചു മുമ്പോ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അതിനെ വേദം നിഷ്കർഷിച്ചത് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ വ്യാസൻ ഭാഗവതത്തിൽ വീണ്ടും ഒന്ന് ഉറപ്പിച്ചു. ഇതാണ്. അതുകൊണ്ട് ഭാഗവതത്തിൽ തന്നെ വേദത്തെ അനുസരിക്കുന്ന ഹിംസ, മാംസഭക്ഷണം മുതലേവ ഉപേക്ഷിക്കേണ്ടതാണെന്ന് പല പ്രാവശ്യം പ്രതിപാദിച്ചിരിക്കെ മോക്ഷുക്കൾ ശ്രദ്ധിച്ച് ഭാഗവതത്തിൽ സഞ്ചരിക്കണം, താക്കീത് കൊടുക്കുകയാണ്. ഒരിടത്ത് പോലും ഭാഗവതത്തിൽ ഇത് മൂന്നും ആവശ്യമാണെന്ന് ഉപദേശിച്ചിട്ടില്ല. ഇത് മൂന്നും ഹിംസയും മാംസഭക്ഷണവും മദ്യപാനവും ഒക്കെ ഉപേക്ഷിക്കണം എന്ന് തന്നെ പല പ്രാവശ്യം ഭാഗവതം പറയുന്നുണ്ട്. അത് കേൾക്കാതെ അതിനു മുമ്പുള്ള ഇടക്കാല വിധി താൽക്കാലികമാണ്. അത് അപ്പോഴത്തേക്ക് വേണ്ടി മാത്രമുള്ള വിധിയാണ്. അത് എന്നും ബാധകമാകുന്ന വിധിയാക്കി വ്യാഖ്യാനിച്ച് കൊണ്ടുപോകരുത് എന്ന് നീതിന്യായത്തെ കോട്ട് ചെയ്തെന്ന് പറയാം. വ്യാസനപ്പം വേദങ്ങളെ ഇങ്ങനെ എന്താ പറയുക, എല്ലാവരുടെയും സൗകര്യാർത്ഥം ഇങ്ങനെ അതിനെ വ്യസിച്ചു എന്ന് മാത്രമല്ല, ഒരു നല്ല ക്ലീൻസിങ് നടത്തി എന്നുള്ളതാണ്. നന്നായിട്ട് നല്ലൊരു ക്ലീനിങ് അല്ലേ? ഇടക്കാല വിധികൾ താൽക്കാലിക വിധിയാണ്, നിത്യവിധി അല്ല. അത് സ്വീകരിച്ച് ചെയ്യാൻ പാടില്ല.
ഘ്രാണഭക്ഷോ പശോരാലപനം ന ഹിംസ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലേ? ന ഹിംസ എന്നുള്ളത് നെഗറ്റീവ് ആണോ? അതല്ല, നെഗറ്റീവ് ആയിട്ടല്ലേ എടുക്കുന്നത്? അല്ല, പശുവിനെ ആലംബനം ചെയ്യുന്നത് ഈ ചെയ്യുന്നത് ഹിംസയാണെന്നുള്ള അർത്ഥത്തിലാണ് ധരിച്ചു വെച്ചത്. അത് ഹിംസയല്ല. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അത് പൂജ എന്നുള്ള അർത്ഥത്തിലാണ്, സ്വീകരിക്കുക, കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ്. പൂജ ചെയ്യുന്നുണ്ടല്ലോ, പശുവിനെ പൂജ ചെയ്യുന്നുണ്ട്. പണ്ട് അവരെല്ലാം പൂജിക്കുക ചെയ്യുന്നത്. അവരെല്ലാം കുറ്റിയിൽ കെട്ടി നിർത്തിയിട്ട് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ അണിയിച്ച് പൂജിച്ച് ധൂപദീപ നിവേദ്യം കൊണ്ട് പൂജിക്കുക ചെയ്യുക. അപ്പൊ പിന്നെ അവസാനം വരെ കൊല്ലുന്നു എന്ന് പറയുന്നത് പിന്നുണ്ടാക്കി വെച്ചതാണ്. ഓക്കെ സാർ, അത് ആ സംശയം തീർക്കാണ്. മന്ത്രം ഓതിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ? അതേന്നെ. ഇത് ഇവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അലങ്കരിച്ച് പട്ടുവസ്ത്രം കുളിപ്പിച്ച് മാല ചാർത്തി സിന്ദൂരൻ ചന്ദനം കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ധൂപദീപ നിവേദ്യങ്ങൾ കൊണ്ടൊക്കെ പൂജിച്ച് ആരാധിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക. അതായത് അത് വേദത്തിനോ യുക്തിക്കോ മനുഷ്യചിന്തയ്ക്കോ ന്യായത്തിനോ ചേരുന്നതല്ല. പക്ഷേ അവര് അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി പൂജിച്ചിട്ട് അതിനെ വധിക്കുക എന്നുള്ളൊരു ഭയം കണ്ടു. അങ്ങനെയുള്ള കാലത്താക്കി വെച്ചു. അതാണ് ആലപനം. അതെ, അതിനെങ്കിലും വേദം, അതിനെങ്കിലും ഭാഗവതം നിഷേധിക്കാം. ഘ്രാണഭക്ഷോ ഹിതപുരായാഃ തഥാ പശോരാലഭനം ന ഹിംസാം ഏവം വ്യവായ പ്രജയാ നരത്യ ഇമം വിശുദ്ധം ന വിദുഃ സ്വധർമ്മം. ഘ്രാണഭക്ഷോ ഹിതപുരായാഃ തഥാ പശോരാലഭനം ന ഹിംസാം ഏവം വ്യവായ പ്രജയാ നരത്യ ഇമം വിശുദ്ധം ന വിദുഃ സ്വധർമ്മം. ഏത്വനേവം വിദോ സന്തസ്തഥാ സദഭിമാനിന പശൂൻ ദ്രുഹ്യന്തി വിശ്രദ്ധാ പ്രേത്യ ഖാദന്തി തേ ച താൻ. ആരാണോ തു ആവട്ടെ അനേവം വിധം, ഏവം വിധം അല്ലാത്തത്, ഇങ്ങനെ അല്ലാതെ, ഇങ്ങനെ അറിയാതെ, ഏവം തു അനേവം വിദു, വിദു എന്ന് വെച്ചാൽ അറിയുക, അനേവം വിധ എന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് അറിയാതെ, അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇതാണ് ശരിയായ വിധി എന്നറിയാതെ നല്ലൊരു വാക്ക് ഉപയോഗിച്ചു, അനേവം വിധു. ഏവം വിധയാണോ അനേവം വിധിയായിട്ട് വരുന്നത്? അതെ, ഏവം വിധു ഇത് അനേവം വിധു ഇത്. അതെ അതെ, നഞ്ഞാണല്ലേ? അതെ അതെ, ഏവം വിധു ഇങ്ങനെ അറിയുന്നവർ. അപ്പൊ ഈ വിധത്തിൽ അറിയാത്തവർ, ഞാനിപ്പോ വ്യാഖ്യാനിച്ച വിധത്തിൽ ഈ മൂന്നിനെയും, മാംസഭക്ഷണവും ഹിംസയും അതുപോലെ രതിയൊന്നും അറിയാത്തവർ, ഏതു അനേവം വിധു അസന്തഃ, അവര് അസത്തുക്കളാണ്, സത്കാര്യങ്ങൾ നടത്താത്തവരാണ്. അസന്തഃ, സന്തഃ സജ്ജനങ്ങൾ, അസന്തഃ ഇവര് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരാണ്, ചെയ്യാത്തവരാണ്. സ്തബ്ധാഹ, സ്തബ്ധന്മാരാണ്, അഹങ്കാരികളാണ്. ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ് ശരി, ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്തോണം എന്ന് വാശി പിടിക്കുന്നവരാണ് സ്തബ്ധന്മാർ. സദഭിമാനിന, സത്തുക്കളാണെന്ന് അഭിമാനിക്കുന്നവർ. ഞാൻ സത്തുക്കളാണെന്ന് സ്വയം അഭിമാനിക്കുക, ഒന്നുമില്ല, സജ്ജനങ്ങളുടെ ഒരു സ്വഭാവവും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് ഏറി വന്നിരിക്കുന്നത്. അനേവം വിധ സ്തബ്ധാഹ സദഭിമാനിന, നല്ല 3 വിശേഷങ്ങളാണ് ഇന്നുള്ളവർക്ക് കൊടുത്തത്. ഇതെല്ലാം വ്യാസൻ ഉണ്ടാക്കിയ പദങ്ങളാണെന്ന് തോന്നില്ലേ സാർ? വ്യാസൻ ഉണ്ടാക്കിയ പദങ്ങൾ, ഒരു കവിക്ക് എന്താ പദത്തിന് പഞ്ഞം? ഇത് കണ്ടിട്ടായിരിക്കും, ഇതിനെ അനുവർത്തിച്ചായിരിക്കും മാഘനും ഒക്കെ. പിന്നെ തീർച്ചയായിട്ടും പദങ്ങൾക്ക് ഒരു പഞ്ഞമില്ലല്ലോ, എത്ര വാക്കുകളെ കണ്ടുപിടിച്ച് പറഞ്ഞു. സദാഭിമാനിന, അതെ, ഞാൻ സജ്ജനമാണെന്ന് അഭിമാനിച്ച് നടക്കുന്നവരാണ് ഇന്നുള്ള 90% ആൾക്കാരും.
അനേവം വിധഃ. അതേവം വിധ. ഇങ്ങനെയാണെന്ന് അറിയാത്തവരാണ്. ഇങ്ങനെയാണ് വേദത്തിലും ഉപനിഷത്തിലും ഭാഗവതത്തിലും പറഞ്ഞതെന്ന് അറിയാതെ ഇതിനെ വെറുതെ കൊട്ടിക്കൊഴിച്ചു നോക്കും. അതുകൊണ്ട് എന്താണ്? അഹങ്കാരികളാകും. ഞാനാണ് ഏറ്റവും വലുത്, ഞാൻ വലിയ ആചാര്യനാണ്, ഞാൻ പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല, എല്ലാവരും ഇത് കേട്ടോ. ഞാൻ സജ്ജനമാണെന്ന് സ്വയം അഭിമാനിച്ച് നടക്കുന്നവരാണ്. അപ്പം അനേവം വിദു അസന്തഃ സ്തബ്ധാഃ സ്വദഭിമാനിനഃ, അങ്ങനെയുള്ള ആൾക്കാർ പശു ദ്രുഹ്യന്തി, അവരെ മൃഗങ്ങളെ കൊല്ലുന്നു, ദ്രോഹിക്കുന്നു. വിശ്രദ്ധാഃ, വിശ്വാസത്തോടുകൂടി പശുക്കളെ എന്താണ് ആരാണോ ദ്രോഹിക്കുന്നത്, ഏതു ആരാകട്ടെ, ഈ ഏതു ആര് എന്നുള്ളതിന്റെ വിശേഷമാണ് അനേവം വിദു അസന്തസ്തബ്ധാഫദഭിമാനിനഃ ഏതു വിശ്രദ്ധാഃ പശു ദ്രുഹ്യന്തി, നല്ല വിശ്വാസത്തോടെയാണ് പശുക്കളെ കൊല്ലുന്നത്. കാരണം എന്താണ്? ഇതാ വേദത്തിലെ വരിക നോക്കൂ, കൊല്ലാം, ഒരു കുഴപ്പമില്ല, പശുവിനെ ഭക്ഷിക്കാം, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ വിശ്രദ്ധാഃ പശു ദ്രുഹ്യന്തി, ആരാണ് ദ്രോഹിക്കുന്നത്? തേ അവർ പ്രേത്യ, മരിച്ചു കഴിയുമ്പോൾ താൻ ഖാദന്തി, ഇവരെ തന്നെ തിരിച്ചു വന്ന് തിന്നു. ഇതൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് വെറുതെ ചൊല്ലു പറയാറുള്ളതാണ്. അതെ അതെ അതെ, ആ ചൊല്ല് ഭാഗവതത്തിൽ നിന്ന് കിട്ടതാണെന്ന് ഉറപ്പാണ്. അതിന് പ്രമാണം ഭാഗവതം തന്നെയല്ലേ? അന്ന് ഇതേമാതിരി മഹാന്മാരെന്ന് നടിച്ചുകൊണ്ട് ഇതേമാതിരിയുള്ള വേണ്ടത്തരങ്ങൾ ചെയ്തവരെ ശരിക്കും വ്യാസൻ ശരിക്ക് നിങ്ങൾ ഏത് പശുവിനെ കൊല്ലുന്നുവോ ആ പശു തന്നെ നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളെ തിരിച്ചു തിന്നും, അവിടെ തന്നെ. അപ്പൊ നിങ്ങൾ അതിന് വിഷം നന്നായിട്ട് അറിയും. ആ വിശേഷണങ്ങളെല്ലാം ശരിക്കും കുറിക്കുകൊള്ളുന്നതാണ്. അതെ, നല്ല കൂരമ്പുകൾ പോലെയൊക്കെ വിശേഷണം. ഏതു അനേവം വിധു അസന്തസ്തബ്ധാഫദഭിമാനിന വിശ്രദ്ധാ പശുദ്രുഹ്യന്തി, വിശ്വാസത്തോടെയാണ്, യാതൊരു ആശങ്കയില്ല, മടിയില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള തേ അവരെ താൻച അവരെ പ്രേത്യ ഖാദന്തി, മരിച്ചു കഴിയുമ്പോൾ ഖാദന്തി എന്താണ്, അവരെ കടിക്കുന്നു, തിന്നുന്നു. ഇതേപോലെ അവരെ വിഷമിപ്പിക്കുന്ന കാഴ്ച കാണപ്പെട്ട. അതുകൊണ്ടും എന്തു പാടില്ല? ജന്തുഹിംസകൾ പാടില്ല, മാംസഭക്ഷണം പാടില്ല, മദ്യസേവ പാടില്ല എന്ന് വിശദമായി വിലക്കി ബോധ്യപ്പെടുത്താൻ ഭാഗവതകാരൻ ആ കാലഘട്ടത്തിൽ വരെ ഉണ്ടായിരുന്ന സമസ്ത ദുരാചാര ദുരന്തങ്ങളെയും വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് ശരിക്കും വ്യാഖ്യാനിക്കണം ഏത് സപ്താഹവേദിയിലും, എന്നല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സംശയങ്ങളല്ലേ അവർക്കെല്ലാം ഉള്ളത്. സപ്താഹം കഴിയുമ്പോൾ എല്ലാവരും ഇത് തന്നെ പറയുന്നത്, യജ്ഞത്തിற்கு പശുക്കളെ കൊല്ലാം, മാംസം തിന്നാൻ ഒരു കുഴപ്പമില്ല എന്നാണ് ഒക്കെ ഇഷ്ടം. കാരണം ഇതിന് എതിരെ ഒറ്റ വാക്ക് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഭാഗവതത്തിലുണ്ട്, പക്ഷെ ഭാഗവതം ഇതാണ് നമ്മെ ബോധ്യപ്പെടുന്നത്, നമുക്ക് തിരിച്ചറിയുന്നില്ല. ഇതൊന്നും എവിടെയും പറയുന്നില്ലെന്നുള്ളത് എങ്ങും പറയില്ല. ഏകാദശമേ പറയില്ല, പറഞ്ഞാൽ തന്നെ ഈ ഭാഗമൊന്നും പറയത്തുമില്ല. ഏകാദശം നമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. കാരണം ഇത് എത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ ദുരാചാരങ്ങള് ഒക്കെ അന്ന് നടന്നിരുന്നത് അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ശബരിമലയൊക്കെ കാണുന്നില്ലേ, ഒക്കെ ഇതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയല്ലേ? മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തിരിഞ്ഞ് കടിക്കും എന്നുള്ള ബോധ്യപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞിരിക്കാം. അതെ അതെ, സത്യം. ത്വനേവം വിധോ സന്തസ്തബ്ധാഫദഭിമാനിനാം പശൂൻ ദ്രുഹ്യന്തി വിശ്രദ്ധാ പ്രേത്യ ഖാദന്തി തേ ച താൻ. യത്വനേവം വിധോ സന്തസ്തബ്ധാഫദഭിമാനിനാം പശൂൻ ദ്രുഹ്യന്തി വിശ്രദ്ധാ പ്രേത്യ ഖാദന്തി തേ ച താൻ. ദുഷന്ത പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേ പാനുബന്ധേ സ്നേഹ പതന്ത്യഥാ. ദുഷന്ത ശത്രുക്കൾ, ദ്വേഷിക്കുന്നവർ, പരകായേഷു അന്യശരീരങ്ങളിൽ, സ്വാത്മാനം തന്റെ തന്നെ ശരീരത്തെ,
ഹരിം ഈശ്വരം. ഹരിയെ, ഈശ്വരനെ ദുഷന്ത, ദ്വേഷിക്കുന്നവർ. മറ്റുള്ള ശരീരത്തിൽ, അന്യശരീരങ്ങളിലും തൻ്റെ ശരീരത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യ സ്വരൂപനായ ഹരിയെ വിദ്വേഷിക്കുന്നവർ. ദുഷന്ത പരകായേഷു ഫാത്മാനം ഹരിമീശ്വരം. പരകായേഷു ഫാത്മാനം ച ഈശ്വരം ഹരിം ഏ ദുഷന്ത. മറ്റുള്ളവരുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് ഈശ്വരനായ ഹരിയാണെന്നും തൻ്റെ തന്നെ ആത്മാവിൽ കാണപ്പെടുന്നതും ഈശ്വരനായ ഹരിയാണെന്നും ധരിക്കാതെ ആ ഹരിയെ, ആ ഈശ്വരത്തെ ഒരു വ്യക്തിയാണെന്ന് കണ്ട് ആരാണോ വിദ്വേഷിക്കുന്നത്, മൃതകേ, മൃതകം എന്നുവെച്ചാൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്ന ശരീരം, അതായത് ശവതുല്യമാണ്. മൃതകേ ഫാനുബന്ധേ അസ്മിൻ, പുത്രകളത്രാദി ബന്ധത്തോടു കൂടിയിരിക്കുന്ന ഈ ദേഹത്തിൽ, ഫാനുബന്ധേ അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ, ബദ്ധസ്നേഹ, സ്നേഹം ബന്ധിച്ചിട്ട്, പതന്തി അഥ, നരകത്തിലേക്ക് തന്നെ പതിക്കും. ഏതൊരു പ്രാണിയെ കൊല്ലുമ്പോഴും ആലോചിക്കേണ്ടത് ആ പ്രാണിയുടെ ഉള്ളിലിരിക്കുന്നത് സാക്ഷാൽ ഹരിയായ ഈശ്വരഭക്തയാണ് എന്നറിഞ്ഞാൽ ഒരു പ്രാണിയും ദ്വേഷിക്കാൻ പറ്റത്തില്ല, ഒരു പ്രാണിയും കൊല്ലാനും പറ്റില്ല. തൻ്റെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഈശ്വരൻ ഇല്ല എന്ന് ധരിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരനാണ് ധാരണ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതില്ലാതെ കണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് അന്യശരീരത്തിലും തൻ്റെ ശരീരത്തിലും ഭഗവാൻ ഒന്നു മാത്രമാണെന്ന് ആലോചിച്ചാൽ മാത്രമേ ജീവന്റെ ആസ്പദമായ ശരീരത്തെ അതറിയാതെ കണ്ടാണ് ഹനിക്കുന്നത്. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരുടെ ഉള്ളിലും ഉള്ളത് എന്നറിഞ്ഞാൽ അന്യപ്രാണികളെ ഹിംസിക്കാനോ ദ്രോഹിക്കാനോ പറ്റില്ല. അതിനാലോചിക്കുന്നവർക്ക് അറിയാം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. വിഷയാശ കൊണ്ട് കണ്ണു കാണാത്തവരായിട്ട് ആണ് ദുർവ്യാപാരങ്ങൾ ചെയ്യുന്നത്. വിഷയാശ കൊണ്ട് കണ്ണു കാണാതെ കണ്ണടച്ചിട്ട് ഇതെല്ലാം ചെയ്യും. ഏത് കണ്ണടയ്ക്കുന്നേ? അറിവിന്റെ കണ്ണ്. മറ്റേ കണ്ണല്ല, അത് കാണാം, അത് തുറന്നിരിക്കും. പക്ഷെ അറിവിന്റെ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ ദുരന്തങ്ങളും ദുരാചാരങ്ങളും എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വിവേകത്തിന് ചേർന്ന ഉചിതമായ ഒരു മനുഷ്യജന്മം ഇപ്പൊ കിട്ടിയിരിക്കെ അവിവേകിയായ പ്രാണഹിംസ ചെയ്യുന്നാൽ മനുഷ്യജന്മം കിട്ടാതിരിക്കുന്നതാണ് ഭേദം. അതിനേക്കാൾ ഭേദം അതാണ്. എത്രയോ താണ യോനികളിൽ ചെന്ന് ഇനി ജനിക്കേണ്ടി വരും. എല്ലാവരുടെയും ദേഹം നശിക്കുന്നത് തന്നെയാണ്, സംശയിക്കാനൊന്നുമില്ല. പക്ഷെ സ്നേഹം കൊണ്ട് അവരുടെ ദേഹങ്ങളെയും തൻ്റെ ദേഹത്തെയും പോഷിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാണികളുടെ ദേഹത്തെ ബലാത്കാരേണ ഹിംസിക്കുന്നു. അല്ലെ? എന്തിനാണ് ഹിംസിക്കുന്നത്? തൻ്റെ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ. അല്ലേ? പശുവിനെയും ആടിനെയും കോഴിയെയും ഒക്കെ വെട്ടി എന്താണ് അത് മനോഹരമായ സ്വാദിഷ്ടമായ വിഭവം ചേർത്ത് കഴിക്കുന്നത് തൻ്റെ ശരീരം രക്ഷിക്കാൻ. അപ്പൊ മറ്റൊരു ശരീരത്തെ ഹനിച്ചുകൊണ്ട് വേണം തൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ എന്നുള്ള വിചാരം ഉള്ളിലുണ്ടായാൽ മാംസം മാഫേന വർദ്ധത്തെ എന്ന് ഈ മനുസ്മൃതി പറയും. മാംസം എന്താണ്? മാംസം കൊണ്ട് ഇത് വർദ്ധിച്ചു വളർന്നു വലുതാവുക എന്നുള്ളതല്ലാതെ എന്നുള്ള വിശേഷം ഫലമല്ലാതെ ഇത് കഴിക്കുന്നതുകൊണ്ട് മറ്റൊന്നുമില്ല. ശരീരം പോഷിപ്പിച്ച് കട്ടിപിടിച്ച് വലുതാവും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തൻ്റെ ശരീരവും നശിക്കുന്നതാണ് എന്നൊരു ബോധം ഉണ്ടാകണം. ഇതുപോലെ തനിക്ക് തൻ്റെ ശരീരത്തിൽ സ്നേഹമുള്ളതുപോലെ അന്യ ശരീരത്തോടും സ്നേഹം തോന്നാം. തൻ്റെ ശരീരത്തോട് സ്നേഹം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എന്തിനേയും കൊന്ന് ഭക്ഷിക്കണം എന്നുള്ള ചിന്ത വരുന്നത്. അന്യരെ അതിനെ ലാളിക്കണം, ഒരു ഉപദ്രവവും ആരും അതിന്മേൽ ഏർപ്പെടുത്തരുത് എന്ന് തനിക്ക് തോന്നുന്ന പോലെ അന്യപ്രാണികളോട് തോന്നേണ്ടതല്ലേ?
അപ്പൊ തനിക്ക് തന്നെയെല്ലാം ലാളിക്കണം, തന്നെ ആരും ഉപദ്രവിക്കരുത്. ആരെങ്കിലും നിനക്ക് തല്ല് കിട്ടിയാൽ എന്ത് വേദനയാണ്, അതിന് പ്രതിവിധി ചെയ്തിട്ടേ മാറുകയുള്ളൂ. ഇതുപോലെയല്ലേ മറ്റു പ്രാണികൾക്കും? ആത്മാനം സമം, ആത്മാവിനെ സമമായി തന്നെ കാണണ്ടേ? എല്ലാ പ്രാണികളിലും ആത്മാവ് ഒന്നാണെന്ന് കാണണ്ടേ? അതിന് വിവേകം വേണം, ആലോചന വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ദുരന്തം ചെയ്യുന്നത്. അതിൻ്റെ ഫലം എന്തുതന്നെയാണ്? അതിൻ്റെ ഫലം അധപ്പതനം തന്നെയാണ്, താഴേക്ക് വീഴുക തന്നെയാണ്. അതുകൊണ്ട് ഇനിമേൽ മൃഗവർഗത്തിലോ മറ്റു താണവർഗത്തിലോ ചെന്ന് ജനിക്കുമെന്ന് പറയുന്നതിൽ യുക്തിയുണ്ട്. ഹിംസ കൂടാതെ ജീവിതമില്ല എന്ന് വേണമെങ്കിൽ ഒരു വാദം ഇനി കൊണ്ടുവരാം. എന്നെക്കുറിച്ചും കൂടി വ്യാസൻ ഒന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കാം. ഹിംസ കൂടാതെ ജീവിതത്തിൽ പറ്റില്ലല്ലോ. ധാന്യങ്ങള്, സസ്യങ്ങള്, ഇതൊക്കെ ജീവനില്ലേ എന്ന് വേണമെങ്കിൽ തിരിച്ച് നമ്മോട് ചോദിക്കാം. വളരെ ശരിയാണ്. അതെ, അതും കൂടി പറഞ്ഞു പോയില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ലല്ലോ. ഈ ചോദ്യം കൊണ്ട് ചോദിക്കില്ലേ? ജീവനുണ്ട്, അതിനാൽ അവയെ ഭക്ഷിക്കുന്നത് ഉചിതമല്ല എന്നിങ്ങനെയുള്ള പല വാദവും ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് പലരും ഉന്നയിക്കാറുണ്ട് എന്ന് വ്യാസൻ അന്നേ പറഞ്ഞു വെച്ചിരിക്കുക. ഇങ്ങനെ വാദം ഉണ്ടാവാം. പക്ഷെ അവരോട് ചുരുക്കി പറയാനുള്ളത് അഹിംസ പരമോ ധർമ്മ. അഹിംസ പരമമായ ധർമ്മമാണ്. നോക്കൂ, ഒരു ചീരയുടെ, ഒരു ചെടിയുടെ മുകളിലത്തെ ഭാഗം ഒടിച്ചെടുത്താൽ അത് വീണ്ടും കിളിച്ചു വരികയുള്ളൂ. അത് ഹിംസയല്ല. ഇതുപോലെയാണ് സകല ധാന്യങ്ങളും സകലവതികളും. അതിൻ്റെ ഒരംശമാണ് ഒടിച്ചെടുക്കുന്നത്, ബാക്കി വീണ്ടും കിളിച്ചു വരികയില്ല. നഖം മുറിക്കുന്നത് പോലെ, മുടി മുറിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. അതിനെ ഹിംസ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതവിടെ ഹിംസയല്ല. അതാ ജീവനെ നശിപ്പിക്കുന്നില്ല. ജീവന്റെ അംശം അതിൽ നിലനിർത്തിക്കൊണ്ടെടുക്കുന്നേ. ആ കുറ്റിയിൽ നിന്നും എന്ത് ചെയ്യും? വീണ്ടും കിളിർത്തു വരും. അപ്പൊ ആ കുറ്റിയിൽ എന്തുണ്ട്? ജീവന്റെ അംശമുണ്ട്. അതുപോലെ മിക്കവാറുമുള്ള ധാന്യങ്ങളെല്ലാം അതിന്റെ ആ അതെ, ജന്മകൃത്യം സഫലമാക്കി ധാന്യത്തെ അത് തന്നെ തരുവാണല്ലോ. അതേ ധാന്യം തന്നെയാണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിങ്ങനെ പ്രത്യുത്പാദന രീതിയിൽ കൂടി ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ഹിംസ എന്ന് പറയാൻ പറ്റില്ല എന്ന് സമർത്ഥിച്ചിട്ടാണ് വ്യാസൻ പറയുന്നത് അഹിംസ പരമോ ധർമ്മ എന്ന് ഓർമ്മിച്ചോളൂ. ഇതാണ് നമ്മുടെ പ്രധാന വാക്യം. എന്ന് കഴിയുന്നത്ര ഇത് ആചരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ശ്ലോകം ഉപസംഹരിക്കാം. ഈ 2 ശ്ലോകം വാസ്തവത്തിൽ നമുക്ക് എന്താണ് അനിവാര്യമാണ്. എന്തൊക്കെ വിഷയങ്ങളെ കുറിച്ചാണ് വ്യാസൻ നമ്മളിൽ നിന്ന് ഉണ്ടാകാവുന്ന എല്ലാ ആശങ്കയും, ഏത് കാലഘട്ടത്തിൽ ഏത് മനുഷ്യരും ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിന്റെ മറുപടിയും കൂടെ പറഞ്ഞിട്ട് വ്യാസൻ പോകുള്ളൂ. ഇങ്ങനെ ഋഷികവിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിലാണ് അതായത് ഒരുപക്ഷെ അന്നും ഉണ്ടായിരുന്നായിരിക്കാം, ഇനിയും കാലം കഴിഞ്ഞാൽ ഉണ്ടാകാം. ഉണ്ടാകാം. അപ്പൊ അന്നേ അതിന് ഒരു തടവിട്ടാണ് വ്യാസൻ പോകുക. അതായത് ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും ഇത് മനസ്സിലാക്കട്ടെ എന്ന് അന്നേ എഴുതി വെച്ചത്. മൃഗങ്ങളെ കൊന്നാലല്ലേ ഉള്ളൂ ചെടികളെ വെട്ടി നശിപ്പിച്ച് നിങ്ങൾ അത് തിന്നുന്നത് എന്ന് ചോദിച്ചാൽ വേണം ഇപ്പൊ ചോദിക്കാൻ. സസ്യാഹാരികളെ കുറിച്ച് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോഴാണ് പറഞ്ഞ് അത് കിളുത്ത് വീണ്ടും വരും അപ്പൊ തന്നെ. അതുകൊണ്ട് അതിനെ ഹിംസ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഹിംസയാണ് നമ്മുടെ പരമമായ ധർമ്മം. മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാതിരിക്കുക. മനസ്സ വാച കർമ്മണ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ മറ്റാരെയും ദ്രോഹിക്കാതെ ജീവിക്കുന്നതിന് പേരാണ് അഹിംസ. അതാണ് പരമമായ ധർമ്മം. അങ്ങനെ ജീവിക്കാത്തവർക്ക് ഉണ്ടാകാവുന്ന ദുരന്തത്തെ കുറിച്ചാണ് ഈ ചോദ്യത്തിന്റെ മറുപടി. ചോദ്യം ഇവിടെ കിടക്കുന്ന ഓർക്കണം. ഭഗവത് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരുടെ ദുരന്തം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് രാജാവ്. അതിന് മറുപടി അദ്ദേഹം എത്ര വ്യക്തമായിട്ട് ഇവിടൊക്കെ പോയി പറഞ്ഞൊപ്പിച്ചുകൊണ്ടെന്നു. അവരുടെ ദുരന്തം അധപ്പതനം തന്നെയാണ്, ഉറപ്പാണ്, സംശയിക്കുന്നത്. ദ്വിഷന്ത പരകായേഷു അല്ല, പരകായേഷു അതന്നെ സാർ. ദുഷന്ത പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേ ഭാനുബന്ധേസ്മിൻ ബദ്ധസ്നേഹാ പതന്ത്യഥാ. ദുഷന്ത പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേ ഭാനുബന്ധേസ്മിൻ ബദ്ധസ്നേഹാ പതന്ത്യഥാ. ഏ കൈവല്യമസംപ്രാപ്താഃ ഏ ചാതീതാശ്ച മൂഢതാം
ത്രൈവർഗികാഹ്യക്ഷണികാഹ്യാത്മാനം ഘാതയന്തി തേ. ആരാണോ കൈവല്യം, കൈവല്യം എന്ന് വെച്ചാൽ കേവലമായ അവസ്ഥ, എന്റെ പേരാണ് കൈവല്യം. കേവലം വെച്ചാൽ ഒന്ന് എന്ന് മാത്രം. അതിനെയാണ് മോക്ഷമെന്നും എന്താണ് ബ്രഹ്മപദം എന്നൊക്കെ വിളിക്കുന്നത്. അതിനെയാണ് ആ ജ്ഞാനതത്വത്തെ, കൈവല്യത്തെ അസംപ്രാപ്താഹ പ്രാപിക്കാത്തവരും ഏച്ച അതീതാശ്ച മൂഢത, ആരാണോ മൂഢത എന്ന സ്ഥിതിയെ അതീതാഹ കടക്കുന്നവരും, അതീതാശ്ച മൂഢത ത്രൈവർഗികാഹ, ആ ത്രൈവർഗികന്മാർ ധർമ്മം അർത്ഥം കാമം, ഇതിനെയാണ് ത്രിവർഗം എന്ന് പറയാം. അപ്പൊ അവിടെ ത്രൈവർഗികാഹ, അതിനെ പിൽക്കാലത്ത് ത്രൈവർണികർ എന്നാക്കി ജാതിയുടെ മട്ടിലേക്ക് ആക്കി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഈ ത്രൈവർഗികാഹ, ധർമാർത്ഥകാമങ്ങൾ എന്ന 3 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരും, ത്രൈവർഗികാഹി അക്ഷണികാഹി ആത്മാനം ഘാതയന്തി, അവരെ അക്ഷണികന്മാരാണ്, ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കാത്തവരായി തീരുന്നു. അവർ ആത്മാവിനെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നരകത്തിൽ ചെന്ന് പതിക്കുകയുള്ളൂ ഫലം. അറിവില്ലാത്തവരെ കുറിച്ച് ഒന്നുകൂടി വ്യാഖ്യാനിക്കാം. അവരെ കുറിച്ച് അറിവുള്ളവർക്ക് കാരുണ്യം തോന്നാം, കഷ്ടം ഇവരിങ്ങനെ ആയല്ലോ, അപ്പോൾ അവര് പരമാർത്ഥം ഉപദേശിച്ചു കൊടുത്തു എന്ന് വരാം. അത് അവർ വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ അജ്ഞന്മാർ സംസാര ദുഃഖത്തെ എന്ത് ചെയ്യാം, അപ്പുറത്ത് കിടക്കാം. ജ്ഞാനികൾ സ്വതേ തന്നെ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ഈ 2 കൂട്ടർക്കും നിവൃത്തിയുണ്ട്. മറ്റുള്ളവരെ ഉപദേശിച്ച് അപ്പുറത്ത് കിടക്കുന്നവരും സ്വയം അപ്പുറത്ത് കിടക്കുന്നവരും, ഈ 2 കൂട്ടർക്കും നിവൃത്തിയുണ്ട്. പക്ഷേ ഇവരിൽ നിന്ന് വിലക്ഷണമായ ഒരു കൂട്ടരെ കൂടി ഉണ്ട്. അതാണ് പറയാൻ പോവാം. ഒന്ന് ആചാര്യന്മാർ, ഗുരുക്കന്മാർ, ഋഷിമാർ. അവർക്ക് സ്വയം അറിവുള്ളത് കൊണ്ട് അവർ സ്വയമേവ ആചരിച്ച് വേണ്ട വിധത്തിലേക്ക് പോകും. പിന്നെ അവർ തങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ശിഷ്യഗണങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ കൊടുത്ത് അറിവില്ലാത്ത അവരോട് കാരുണ്യം തോന്നി അവർക്ക് പരമാർത്ഥമായ ഈശ്വരത്വം ഉപദേശിച്ചു കൊടുത്ത് അവരെ കൂടി സംസാര ദുഃഖത്തിന് അപ്പുറത്ത് കൈപിടിച്ചു കൊണ്ടുപോകും. ഇത് രണ്ടുമല്ലാതെ വേറൊരു കൂട്ടർ കൂടിയുണ്ട്. അവരുടെ കാര്യമാണ് മഹാസങ്കടം എന്ന് പറയാനാണ് ഈ ശ്ലോകം ആവശ്യപ്പെടുക. ഇത് കിട്ടിയെങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തിന്റെ പ്രസക്തി അറിയുള്ളൂ. 2 കൂട്ടർക്ക് കുഴപ്പമില്ല. അതിന് ഭർത്തഹരിയുടെ ഒരു ഇത് പറയും, അജ്ഞസുഖമാരാധ്യ സുഖതരമാരാധ്യതേ വിശേഷജ്ഞ ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാവി നരം നരഞ്ജയത്. ഒന്നും അറിയാൻ മേലാത്തവനെ പഠിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വളരെ എളുപ്പം. എല്ലാം അറിയാവുന്നവരെയും അങ്ങനെയാണ്. അല്പജ്ഞന്മാരുടെ കാര്യമാണ് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വലിയ പാടാണ്. ബ്രഹ്മാവ് വിചാരിച്ച പോലും പറ്റില്ല. ഈ രണ്ടിന്റെ ഇടയ്ക്ക് വളരെ ശരിയല്ലേ? അതെ അതെ. സുഖമാരാധ്യ അങ്ങനെ ഒന്നും അറിയാൻ മേല അവനെ, അതുകൊണ്ട് അവനെ പറഞ്ഞു പിടിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ വിശേഷജ്ഞനെയും എന്താണ്, അവനെല്ലാം അറിയാവുന്നതുകൊണ്ട് അവന് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താണ്, അല്പജ്ഞന്മാരെ ഒന്ന് ആരാധിക്കാൻ ബ്രഹ്മാവ് വിചാരിച്ച പോലും പറ്റില്ല എന്ന് ഭർത്തഹരി തന്റെ സുഭാഷിതത്തിൽ പറയും. ഇത് സത്യമാണ്. അതുകൊണ്ട് 3ാമത്തെ കൂട്ടര് ആണ് ഇവിടെ മഹർഷി പറയുന്നത്. കാരണം അവര് ഈ അദ്വിതീയമായ ജ്ഞാനത്തെ പ്രാപിക്കാത്തവരാണ്, അവിടേക്ക് എത്തിയിട്ടില്ല. അത്യന്ത മൂഢന്മാരെന്ന സ്ഥിതിയിൽ നിന്നും ഇത്തിരി മാറിപ്പോയവരുമാണ്, എന്നാൽ അവിടെ ഒട്ടും എത്തിയിട്ടുമില്ല. ഇതാണ് ഇടയ്ക്ക് നിൽക്കുന്നവർ, അന്തരാളങ്ങൾ എന്ന് പറയും, ഇടയ്ക്കുള്ളവർ. ഇവര് കേവലം അജ്ഞാനികളുമല്ല ജ്ഞാനികളുമല്ല. നോക്കൂ, ഇവർ അജ്ഞാനികളുമല്ല ജ്ഞാനികളുമല്ല, ഒന്നും അറിയാൻ മേലാത്തവരല്ല, എന്നല്ല അറിയാമോ അതുമില്ല. അതാ പറഞ്ഞ ഇടയ്ക്ക് നിൽക്കുന്നതല്ല, അല്പജ്ഞാനികളാണ്. അതുകൊണ്ട് ഇവര് ഇങ്ങനെ ഇരിക്കുന്നവരിൽ ചിലരെ ഞങ്ങൾ ജ്ഞാനികളാണെന്ന് സ്വയം അഭിമാനിക്കും. ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ള പുരുഷാർത്ഥത്തെക്കുറിച്ച് മാത്രമല്ലാതെ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന മഹാവാക്യങ്ങളുടെ അർത്ഥം അവർ ധരിക്കുകയില്ല. ജീവിതത്തിൽ 3 ലക്ഷ്യമുള്ളൂ: ധർമ്മം അർത്ഥം കാമം.
ഈ ബാക്കിയുള്ള മഹാവാക്യങ്ങളൊക്കെ വെറുതെ എഴുതിയിട്ടേക്കുന്നുള്ള അതൊന്നും നമ്മൾ വിട്ടേക്കോ, നമുക്കിതൊക്കെയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ഈ അന്തരാളവർഗം, മധ്യമവർഗം എന്താണ്, ഒന്നും അറിയാൻ മേലാത്തവരുമല്ല, എല്ലാം അറിയുന്നവരുമല്ല, ഇടയ്ക്ക് നിൽക്കുന്നവരെയാണ്. അവർക്ക് ഗുരുമുഖത്ത് നിന്ന് കേൾക്കാനൊട്ട് സമയവുമില്ല. ഓ, ഇതിനൊന്നും എനിക്ക് നേരമില്ല, അതൊക്കെ അവളെ പറഞ്ഞു പഠിപ്പിക്കും, ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നത്, എനിക്ക് എത്രയോ കാര്യം ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുന്ന എത്രയോ പേരിപ്പം നമ്മുടെ ഇടയിലുണ്ട്, കൂടെയുണ്ട്. അവിടെ ത്രിവർഗത്തിൽ അവർക്ക് അധികം ശ്രദ്ധയുണ്ട് മൂന്നിലും. തങ്ങൾക്ക് വേണ്ടിയ അറിവിനേക്കാൾ വലുതായ അറിവ് ഇനി ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എന്ന് തന്നെ അവരുടെ വിചാരം. ഞങ്ങൾ ധരിച്ചിരിക്കുന്നൊക്കെ ഏറ്റവും ഇനി ഇതിൽ കൂടുതൽ അറിവ് വേറെ ഒന്നും കിട്ടാനുമില്ല. നോക്കോളൂ, ഈ അന്തരാളവർഗത്തിൽ ഇടയ്ക്കുള്ള ആൾക്കാരെ കുറിച്ചാണ്, കൃഷി അവരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഖേദിക്കുന്നത്. മറ്റൊരു ഭാരമില്ല. ഇന്ന് ഇങ്ങനെയുള്ളവരാണ് 80% ഇങ്ങനെയുള്ളവരാണ്. അവരെ കുറിച്ചാണ് വിഷമിക്കേണ്ടത്. അവർക്ക് എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സുഖത്തെക്കാൾ മേളൊരു സുഖമില്ല. ഏറ്റവും വലിയ സുഖം ഇതൊക്കെ തന്നെ, ഏറ്റവും വലിയ അറിവ് ഇതൊക്കെ തന്നെ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല. ഇനി ഞങ്ങൾക്കൊന്നും സമ്പാദിക്കാനുമില്ല. ഇങ്ങനെ അജ്ഞാനത്തിൽ മുങ്ങി അവരെ തങ്ങളെ തന്നെ നരകത്തിലേക്ക് പതിപ്പിക്കും. ഈ അവസ്ഥയിൽ നിന്നും ആ താണാവസ്ഥയിലെത്താൻ തക്ക ദുഷ്കർമ്മങ്ങൾ അവർ പതുക്കെ പതുക്കെ ചെയ്യുന്നതിനായി ഒരുങ്ങിയിരിക്കുകയും ചെയ്യും. ഇതിന്റെ പര്യവസാന ഫലം നരകപ്രാപ്തിയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ശ്ലോകത്തിൽ. മുമ്പത്തെ ചോദ്യത്തിന് മറുപടിയാണിത്. അതുകൊണ്ട് ഇതിനെ സ്തബ്ധന്മാർ, അവ്യയികൾ, അഹങ്കാരി, ഇതാണ് മുമ്പ് ഉപയോഗിച്ച 3 വാക്ക്. ഇതാണ് മുമ്പേ പറഞ്ഞു വന്നത്. അവരെ കുറിച്ചാണ് പരിതപിക്കേണ്ടത്. അതാണ് കൈവല്യം അസംപ്രാപ്താഹ, മോക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. മൂഢതാം അതീതാഹ, എന്നാൽ മൂഢന്മാരാണോ? അല്ല, കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മൂഢൻ എന്നുള്ള പദവിയിൽ നിന്ന് ഇത്തിരി മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അന്ന് അവിടെ എത്തിയോ? അതുമില്ല. പിന്നെ ത്രൈവർഗികന്മാരാണ്. മോക്ഷം എന്നുള്ള അവരുടെ വിഷയത്തില്ല, ധർമാർത്ഥകാമം മാത്രമേ ഉള്ളൂ. അക്ഷണികന്മാരാണ്. ഇപ്പൊ കാണുന്ന അറിവ് മാത്രം മതി. ക്ഷണികമായ അറിവിന്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവർ. ആത്മാനം ഘാതയന്തി, അവിടെ തന്നെ നശിപ്പിക്കുന്നവരാണ്. അവര് നരകത്തിൽ തന്നെ വീടുകൊള്ളുമെന്ന് ഉറപ്പാണ്. കൈവല്യം അസംപ്രാപ്ത ചാതീതാശ്ചമൂഢതാം ക്ഷണികാഹ്യാത്മാനം ഘാതയന്തി തേ. കൈവല്യം അസംപ്രാപ്ത ചാതീതാശ്ചമൂഢതാം ത്രൈവർഗികാഹ്യക്ഷണികാഹ്യാത്മാനം ഘാതയന്തി തേ. ഏത ആത്മഹനോശാന്താം അജ്ഞാനേ ജ്ഞാനമാനിനാം ഫീദന്ത്യകൃതകൃത്യാ വൈ കാലത്വസ്തമനോരഥാഹ. ഇവർ ആത്മാവിനെ ദ്രോഹിക്കുന്നവരാണ്. അശാന്താഹ, ഒരിക്കലും ശാന്തി പ്രാപിക്കാത്തവരാണ്. അജ്ഞാനേ ജ്ഞാനമാനിന, അജ്ഞാനത്തിൽ ഇതാണ് ജ്ഞാനമെന്ന് അഭിമാനിക്കുന്നവരാണ്. ഫീദന്തി, അവർ ക്ഷീണിക്കുന്നു, അവർ തളരുന്നു. അകൃതകൃത്യാഹ, ചെയ്യേണ്ടത് ആയ ഒന്നും ചെയ്യാത്തവരായിട്ട്. അകൃതകൃത്യാഹ, കൃത്യാഹ അകൃതാഹ, കൃത്യം ചെയ്യപ്പെടേണ്ടത് ചെയ്യാത്തവരായിട്ട്. കാലധ്വസ്ത മനോരഥാഹ, കാലം കൊണ്ട് ധ്വസ്തമായ, നശിപ്പിക്കപ്പെട്ട മനോരഥത്തോട് കൂടിയവരായിട്ട് അവർ തളരുന്നു, പരവശരായി. അവരെ കുറിച്ച് വ്യാസനം പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അവർ പരവേശം അനുഭവിക്കുന്നവരായി തീരുകയാണ്. അവ്യയികൾ നരകത്തെ വീഴുന്നു എന്നൊക്കെ മുമ്പ് പറഞ്ഞു. ഒന്നുള്ളത് സ്പഷ്ടമാണ്. അവര് അവ്യയികളായതുകൊണ്ട് ആത്മശത്രുക്കളാണ്. അവിടെ ആത്മാവിന്റെ ശത്രുക്കളായിട്ട് പരിണമിക്കുന്നവരാണ് അവർ. ഈ ജന്മത്തില് സാധിക്കാൻ കഴിയാത്ത ഓരോ വിചാരങ്ങൾ തുടർച്ചയായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട്
അനേക മനോരഥങ്ങൾ മനസ്സ് നിറച്ചുകൊണ്ടു അതൊക്കെ നിഷ്ഫലമാണ്. ഇതൊന്നും സാധിക്കാൻ പറ്റുന്നില്ല. പറ്റും എന്ന് വിചാരിച്ച് കോടീശ്വരനാകണം എന്ന് കരുതി എന്ത് പ്രയത്നമാണ്, എത്ര ലോട്ടറി എടുത്താണ് നഷ്ടപ്പെടുക എന്നിങ്ങനെ ഓരോ തരത്തിലും നിഷ്ഫലമായ മനോരഥത്തിന്റെ ഉടമസ്ഥന്മാരായിട്ട് അവർ ഭവിക്കും. സുഖം സമ്പാദിക്കാനുള്ള ലൗകികമായ മാർഗങ്ങൾ അന്വേഷിച്ച് അവർ എന്ത് ചെയ്യും? കറങ്ങിത്തിരിയും. എങ്കിലും അറിവുള്ളവരാണ് നടിക്കുകയും ചെയ്യും. ഞങ്ങൾ ആത്മാഭിമാനികളാണ്, ആത്മജ്ഞാനികളാണ്, ഞങ്ങൾക്ക് വലിയ അറിവുള്ളവരാണെന്ന് നടിക്കുകയും ചെയ്യും. എന്നാൽ ഇവരെ അവശ്യം കേൾക്കേണ്ടത് കേൾക്കുകയും ശ്രവണ മനന നിധിധ്യാസനങ്ങൾ മൂന്നും ചെയ്യില്ല. ജ്ഞാനികൾ എവിടെയെങ്കിലും പ്രഭാഷണം ചെയ്താൽ കേൾക്കില്ല. ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ്, ഞങ്ങൾ ആരുടെ കേൾക്കാൻ പോനാ? അപ്പോൾ ഇന്നുള്ള ആൾക്കാരെ വ്യക്തമായിട്ടും വ്യാസം വരച്ചു കാണിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ, അതിൽ പറയുന്നതൊക്കെ ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ ജ്ഞാനികളാണെന്ന് സ്വയം നടിച്ച് ശ്രവണമരണാദികൾ ശ്രദ്ധയില്ലാത്തവരായിട്ട് അവരെ ആകുലരായിട്ട് ശാന്തിസുഖത്തിന്റെ സ്വരൂപം പോലും അറിയാതെ സങ്കടത്തിലകപ്പെട്ട് ഐശ്വര്യാദികൾ ഉണ്ടാവാതെ അഥവാ ഉണ്ടായാൽ തൽക്കാലത്തേക്ക് മാത്രം വന്ന് അത് നശിക്കുമ്പോൾ പരിതപിക്കുന്നവരായിട്ട് അവസാനം ശരീരനാശം കൊണ്ട് ഏതെങ്കിലും നരകത്തിൽ ചെന്ന് വീഴുകയും. എന്താണ് മുമ്പത്തെ ചോദ്യത്തിന് മറുപടി ഇവിടെ പൂർത്തീകരിക്കാം. അങ്ങനെയുള്ളവരുടെ ഗതി എന്താന്ന് ചോദിച്ചു, നരകം തന്നെ. 3 വിധത്തിലാണുള്ള മനുഷ്യരുള്ളത്. അതിൽ നടുക്കുള്ളവരുടെ പ്രശ്നമാണ് ഈ പറഞ്ഞുകൊണ്ടത്, മറ്റൊരു ഫലമില്ല. അങ്ങനെ ആവരുത്. ഒന്നും അറിയാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാം അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടൊക്കെ ആരൊക്കെ നല്ലത് പറയുന്നു അത് വീണ്ടും കേൾക്കുക. ഞാൻ ധരിച്ചത് മാത്രമല്ല ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ശരി, ഞാൻ ഇനി എത്രയോ അറിഞ്ഞ് പഠിക്കാനിരിക്കുന്നു എന്നുള്ളൊരു വിചാരം, ആ ഒരു വിനയം, ആ ഒരു താഴ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മജ്ഞാനം ലഭിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിതം വ്യർത്ഥമാക്കി കളയാതെ ശ്രവണ മനനാദികൾ ചെയ്ത് മോക്ഷം നേടുക തന്നെ ചെയ്യണം. ശ്രവണം വേണം, മനനം വേണം. അല്ലാത്തവർ ആത്മഘാതികളാണ്, തങ്ങളെ തന്നെ നശിപ്പിക്കുന്നവരാണ്. അങ്ങനെ ആയിത്തീരരുത് എന്ന് ബോധ്യം. അങ്ങനെ ആയിത്തീരും അവർ എന്നുള്ള ദുരന്തത്തെ കുറിച്ച് പറഞ്ഞാണ്. കൈവല്യമസംപ്രാപ്താഹ ഏചാതീതാശ്ച ഏത ആത്മഹനോ അശാന്ത അജ്ഞാനേ ജ്ഞാനമാനിനാം ഫീദന്ത്യകൃതകൃത്യാ വൈ കാലധ്വസ്തമനോരഥാം. ഏത ആത്മഹനോ ശാന്ത അജ്ഞാനേ ജ്ഞാനമാനിനാം ഫീദന്ത്യകൃതകൃത്യാ വൈ കാലധ്വസ്തമനോരഥാഹം. ഹിത്വാ അത്യായാസരചിത ഗൃഹാപത്യ സുഹൃശ്രിയ തമോ വിശന്ത്യനിച്ഛന്തു വാസുദേവ പരമുഖാഹം. ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ആയാസരചിത വളരെ അത്യായാസം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച, ഹിത്വ അത്യായാസരചിത ഗൃഹ അപത്യ സുഹൃത്ത് ശ്രിയ, വീട്, പുത്രന്മാർ, ബന്ധുക്കൾ, ഐശ്വര്യം, ശ്രീയ് ഇവയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഇതൊക്കെ ആയാസപ്പെട്ട് സ്വീകരിച്ചതാണ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണ് ഈ വീട്. നമ്മൾ പറയും, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് എത്ര ലോൺ എടുത്ത് ചിട്ടി പിടിച്ച് എത്ര പേരോട് കടം വാങ്ങി ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ വീട്. പുത്രൻ ഉണ്ടാവാൻ എത്ര കഷ്ടപ്പെട്ടു, എത്ര വഴിപാട് കഴിച്ചു, എത്ര ത്യാഗം ഭവിച്ചു, എത്ര പ്രയത്നം ചെയ്തു. അതേപോലെ ബന്ധുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ, എനിക്കെല്ലാം ശത്രുക്കളും ആയിരുന്നു, അവരെയൊക്കെ ബന്ധുക്കളാക്കി മാറ്റാൻ എന്ത് പാടുപെട്ടു. സമ്പത്തുകൾ വേണം, ഐശ്വര്യാദികളായ സമ്പത്ത് നിലനിർത്താൻ എന്ത് പാടുപെട്ടു. ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അത്യായാസ രചിത ഗൃഹാപത്യ സുഹൃശ്രിയ ഹിത്വ തമോ വിശന്തി, അവര് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, തമസിലേക്ക് പ്രവേശിക്കുന്നു. തമസ് ഇവിടെ നരകമാണ്. നരകത്തിലേക്ക് പ്രവേശിക്കുന്നു. അനിച്ഛന്തോ, ആഗ്രഹിക്കാതെ.
അങ്ങനെ വേണം ആഗ്രഹിച്ചല്ല, പക്ഷെ പോയത് അങ്ങോട്ടാണ്. ആരാണവർ? വാസുദേവ പരാങ്മുഖാഹ. വാസുദേവനിൽ പരാങ്മുഖനായ ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെന്ന് വീഴാതെ എന്ത് ചെയ്യണം? ഭഗവത് ഭക്തി ഉള്ളവരായിട്ട് തീരണം. ഇല്ലാത്തവരുടെ ഗതി എന്താണെന്ന് ചോദിച്ച് അത് മുഴുവൻ പറഞ്ഞു. അതുകൊണ്ട് അതിലകപ്പെടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? നരകത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭഗവത് ഭക്തി, വാസുദേവനിൽ ഭക്തി എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഇതാണ് വേണ്ടത് എന്ന് ഈ നിമി ചക്രവർത്തിയോട് എന്താണ് ഇദ്ദേഹം വേണ്ട വിധത്തിൽ മറുപടി ഉപദേശിച്ചു. ആ ചോദ്യത്തിന് മറുപടി ഇവിടെ ഉപസംഹരിക്കാം. ഹിത്വാത്യായ ഫരജിത വിഹാപത്യ സുഹൃശ്രിയ തമോ വിശന്യനിച്ഛന്തോ വാസുദേവ പരങ്മുഖ. ഹിത്വാത്യായ ഫരജിത വിഹാപത്യ സുഹൃശ്രിയ തമോ വിശന്യനിച്ഛന്തോ വാസുദേവ പരങ്മുഖാഹ. ഇനി അവസാനത്തെ ചോദ്യം രാജാവ് ചോദിക്കുകയാണ്. അതിന് മറുപടി കരഭാജനൻ എന്ന നവയോഗികൾ ഒരാൾ പറയുകയാണ്. അതോടുകൂടി നിമി നവയോഗി സംവാദമെന്ന് ഈ വിഷയമോടെ ഉപസംഹരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അടുത്ത ചോദ്യവും മറുപടിയും നമുക്ക് അടുത്ത ദിവസം വ്യാഖ്യാനിക്കാം. ഇന്ന് ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഗുരു ആചാര്യനും രണ്ടാണോ? എല്ലാവരും ഒന്ന് തന്നെയാണ്. അർത്ഥാൽ ആത്മോപദേശം ചെയ്യുന്നവൻ ഗുരുവും പാഠങ്ങൾ പഠിപ്പിക്കുന്നവൻ ആചാര്യനുമാണ്. പക്ഷെ ഇതെല്ലാം സാറ് ഇത് രണ്ടുമാണോ? അതല്ലേ പറഞ്ഞേ, അധ്യാപകനുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആചാര്യനുണ്ട്, ഗുരുവുണ്ട്. ഇങ്ങനെ 3 വിഭാഗത്തിൽ ഉണ്ട്. പക്ഷെ ഇത് 3ഉം ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുപോലെ കൊണ്ടുപോകേണ്ടവരാണ്. ഒരാൾക്ക് തന്നെ അധ്യാപകനാകാം, ആചാര്യനാകാം, ഗുരുവുമാകാം. പക്ഷേ എന്താണ് ഗുരുവിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത് ഈശ്വരനിലേക്ക് അടുപ്പിക്കലാണ് ഗുരു. അങ്ങനെയുള്ളവരെ ഗുരു എന്ന് വിളിക്കാൻ പറ്റും. അതില്ലെങ്കിൽ ആചാര്യൻ എന്ന് വിളിച്ചേക്കാം. പക്ഷെ ഇന്നതൊന്നും നോക്കാറില്ല, ഈ അർത്ഥം നോക്കിയിട്ടില്ല. എല്ലാവരെയും ഒരേ വാക്കിൽ ഉപയോഗിക്കും. പാണ്ഡവരുടെ കൃപാചാര്യൻ എന്ന് പറയുന്നത് പുള്ളി ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പാണ്ഡവരുടെ 2 ഗുരുക്കളില്ല, ദ്രോണരും കൃപാചാര്യനും. അതെ അതെ, അവരാരും ആത്മോപദേശം ചെയ്തവരല്ലല്ലോ. അവരെ ബാക്കിയുള്ള ഭൗതിക വിദ്യകളും അതേപോലെ ആയോധന വിദ്യകളും ഒക്കെ പഠിപ്പിച്ചവരാണ്. ശരിക്കും ദ്രോണാചാര്യരെ നമുക്ക് ഗുരു എന്ന് അർത്ഥത്തിൽ ഇല്ല, ആചാര്യനെ ആവുള്ളൂ. ആയോധന വിദ്യയാണ് പഠിപ്പിച്ച മുഴുവൻ. അധ്യാത്മവിദ്യ പഠിപ്പിച്ചു കൊടുക്കില്ലല്ലോ. അല്ല, അതുകൊണ്ട് ദ്രോണ ഗുരു എന്ന് പറയാറില്ലല്ലോ. ദ്രോണാചാര്യർന്നേ അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? പക്ഷെ ഗുരുവിന്റെ സ്ഥാനത്ത് ദ്രോണരെന്നും പറയാറുണ്ട് ചിലപ്പോ. ഗുരു ഇതുകൊണ്ടായിരിക്കും. അതിപ്പം എന്താണ്, പണ്ട് നെയ് റോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന കടയിൽ നെയ്യ് ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കി നെയ് റോസ്റ്റ് എന്ന് പേര് കൊടുത്തു. ഇപ്പം എണ്ണ ഒഴിച്ചും വെളിച്ചെണ്ണ ഒഴിച്ചും പാം ഓയിൽ ഒഴിച്ചും ദോശ ഉണ്ടാക്കിയതിന് പേരെന്ത് തന്നെയാണ്? നെയ് റോസ്റ്റ് എന്നല്ലേ പറഞ്ഞു. അതുപോലെ ഉണ്ടോ? നല്ല ഓമയാണല്ലോ സാറ് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന ഓമ വേണ്ടേ പറയാൻ? ഒരു കാലത്ത് നെയ്യ് മാത്രം ഒഴിച്ച് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ നെയ് റോസ്റ്റ് എന്ന് പേര് കൊടുത്താണ്. ഇപ്പൊ നെയ്യ് കാണാറേ ഇല്ല. അതിന് പകരം അവിടെ വെച്ചിരിക്കുന്ന പാം ഓയിലായിരിക്കും. അത് വെച്ച് ദോശ ഉണ്ടാക്കി തന്നാലും പേര് എന്ത് തന്നെ പറയും? നെയ് റോസ്റ്റ് പറയും. കാലം മാറിയപ്പോ ഇവരുടെയൊക്കെ സ്ഥാനങ്ങളും ഇതേമാതിരി. അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ ആ ഒരു ഉപമ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു മനസ്സിലാക്കാൻ പറ്റിയൊരു ഉപമാണ്. സംശയങ്ങൾ തീർന്നെങ്കിൽ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി അടുത്തുള്ള സ്ഥലം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ.